السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين والعاقبة للمتقين أما بعد فأوصيكم وإياي أولا بتقوى الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സയ്യിദ് അവറുകൾ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട യൂനുസ് ബാക്കവി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ മകനും ശിഷ്യനുമായ മർക്കസുൽ ഉലമ ദർസിൻ്റെ നേതൃത്വ രംഗത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന ബഷീർ ബാക്കവി ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണം നിർവഹിക്കുവാൻ വേണ്ടി വന്ന ജോഹർ മാരി ഉസ്താദ്, മറ്റു സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, ഉമറാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന നാട്ടിലെ കാരണവന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, പ്രിയമുള്ളവരെ, വളരെ വൈകിയും കൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനെ പറ്റിയാണ് നമുക്കിവിടെ പറയാനുള്ളത് എന്നതുകൊണ്ട് തന്നെ എത്ര ഇരുന്നാലും നഷ്ടപ്പെടാത്തൊരു സദസ്സാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നാം ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ പേരിൽ തുടക്കം കുറിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആൻ, രണ്ടിൻ്റെയും ഒരു സംയുക്തമായ പദ്ധതിയാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അതിൽ ഹിഫ്ളുൽ ഖുർആൻ അതിൻ്റെ പഠനാരംഭമാണ് ഈ മജ്ലിസോടുകൂടി ഇവിടെ തുടക്കം കുറിക്കുന്നത്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്കൊന്നും ബോധ്യപ്പെടുത്തി തരാതെ തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആനെ വളരെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കാത്ത വിശ്വാസികൾ വളരെ കുറവായിരിക്കും. അത്രത്തോളം ബന്ധമുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ നാം ആണ് ഇറക്കി തന്നത്. അത് സംരക്ഷിക്കേണ്ട ബാധ്യതയും നമ്മൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് അതിനിക്ക് സംരക്ഷിക്കാനും അത് പരിചയപ്പെടുത്താനും അത് പഠിപ്പിക്കാനും അത് പഠിക്കാനുമുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നിലനിൽക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ ആരംഭിക്കപ്പെടുമ്പോൾ നാട്ടുകാരായ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ വളരെയധികം സൗഭാഗ്യം സിദ്ധിച്ചവരാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം ഈ നാട്ടിൽ തുടക്കം കുറിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ വെളിച്ചമാണ്. ഈ നാടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരാനുള്ളതായ അവസരങ്ങളാണ്. ഈ നാട്ടിലുള്ളതായ വിപത്തുകൾ നീങ്ങിപ്പോവാനുള്ളതായ അവസരങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇരു കൈകളെ കൊണ്ടും ഈ പദ്ധതിയെ ഏറ്റെടുത്തും കൊണ്ട് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.